അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ്. മമ്മിക്കും ഫസ്റ്റ് ആണ്. ബാക്കിലേക്ക് നോക്കിയാ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹാപ്പി ഫേസ്. ഇന്ന് ഞങ്ങളെല്ലാവരും എവിടെ പോവാ? മമ്മി കൊച്ചിക്ക് പോവാണ്. യെസ്, വി ആർ ഗോയിങ് ടു ഫോർട്ട് കൊച്ചി. അപ്പം നമ്മൾ 2 കാറിലാണ് പോകുന്നത്. അരുൺ ഈസ് ഡ്രൈവിംഗ് ദിസ് കാർ. ഡാഡി ഉണ്ട് ഫ്രണ്ടിൽ, ഞാൻ ശ്രുതി, മമ്മി ഹിയർ. പിന്നെ പുറകിലൊരു കാർ വരുന്നുണ്ട്. അതിനകത്ത് എത്ര പേരുണ്ട്? 4-5 പേരുണ്ട്. 5 പേരുണ്ട്. അതിൽ മമ്മിയും പപ്പയും മിഥുൻമയും സ്നേഹയും കുക്കിയും. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോവാ. ഇവിടുന്ന് ഇപ്പോൾ ഒരു 1 hour കാണിക്കുന്നുണ്ട് അല്ലേ? 1 hour 30 minutes, ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തും എന്തായാലും. പക്ഷേ ഈ വഴി ഭയങ്കര ചാട്ടം കൂടുതലാണ്. കളമശ്ശേരി അതൊക്കെ കഴിഞ്ഞ് ചീനവല നിറച്ച് കാണാം. ചീനവല കാണാൻ പറ്റിയ സ്പോട്ട്സ് ആണ്. പക്ഷെ ബ്രിഡ്ജിന്റെ മേലെ നമുക്ക് നിർത്തി കാണാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നിർത്തുന്നില്ല. ബട്ട് എവിടെയെങ്കിലും നമുക്കൊരു ഗ്യാപ്പ് കിട്ടുകയാണ്, കാണാൻ പറ്റുന്ന ഏരിയ കിട്ടിയാൽ നമ്മൾ ചവിട്ടും. അത് ചവിട്ടി ഒന്ന് കാണണം. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു. നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മണിയായി സ്റ്റാർട്ട് ചെയ്ത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദെൻ ഒരു സ്റ്റോപ്പ് എടുത്തിട്ട് ശരിക്കും അപ്പൊ തുടങ്ങാന്ന് വെച്ചതായിരുന്നു വീഡിയോ. പിന്നെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തേ കണ്ട റൈറ്റിലൊക്കെ കാണാം, നല്ല ഭംഗിയാ ചീനവല. നോക്കണം. നല്ല റോഡാണ് കേട്ടോ, ബട്ട് നല്ല ജമ്പ. ആഹാ, ഞങ്ങള് കുറച്ച് വഴി തെറ്റിപ്പോയി. ഞാനിപ്പോ ശരിക്കും പറഞ്ഞോടുത്തോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പിന്നെ വഴി തെറ്റിട്ടൊന്നുമില്ല. ഞങ്ങള് നല്ല വഴി കൂടെ കൊണ്ടുവന്നതാ. അതെ, വഴി തെറ്റിട്ട് ഇതാ കണ്ടോ. നമ്മള് ടോള് കൊടുക്കാതെ പോകാനുള്ള ഒരു ഗ്യാപ്പ് അങ്ങനെ ആയിട്ടുണ്ടായത്, അതാണ് ഉണ്ടായത്. പക്ഷെ അത് ടോള് കൊടുക്കാതെ പോകുന്നോണ്ട് വേഗം എത്തി. ടോള് കൊടുത്തു പോകുന്നതുകൊണ്ട് വേഗം എത്തി. കൊടുക്കാതെ പോരായിരുന്നു വെച്ചാൽ വീണ്ടും ലേറ്റ് ആയിരുന്നു. എന്തായാലും വണ്ടി എന്തായാലും നമ്മള് സമയത്ത് എത്തി. ഇപ്പൊ ഡയറക്റ്റ്ലി നമ്മള് ലഞ്ച് കഴിക്കാനാ പോകുന്നത്. ഇപ്പൊ ഇട്ടേക്കുന്ന സീഗൾ റെസ്റ്റോറൻറ്റ് കൊച്ചിയില്. ലൊക്കേഷൻ ഇട്ടേക്കുന്നുണ്ടോ? ഇവിടെ ആർക്കും വിശപ്പില്ല. നോക്കാം, എന്തായാലും അവിടെ ചെന്ന് നോക്കാം എന്താ കഴിക്കുന്നത്. കട്ട ബ്ലോക്ക്, നല്ല ബ്ലോക്കിൽ നിൽക്കാൻ കണ്ടോ. ജങ്കാറിലേക്കുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. ഇപ്പൊ ജങ്കാറാന്ന് ഞങ്ങൾ വിചാരിച്ച് നിക്കണ കേട്ടാ. ഇനി വേറെ എന്താന്ന് ഞാൻ അവിടെ ചെന്നാലേ അറിയുള്ളൂ. ജങ്കാറാന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങള് റെയിൽവേ എന്ന് വിചാരിച്ചു. അതെ, ഇത് ജങ്കാറാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് നിങ്ങളല്ലേ? എന്തായാലും ജങ്കാറായാലും ബുങ്കാറായാലും നമുക്ക് ജങ്കാറ അഞ്ച് നൈസ് എക്സ്പീരിയൻസ് ആവും. ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ട് നമ്മുടെ വണ്ടി ഫസ്റ്റ് ടൈം ജങ്കാറിൽ പോകുന്നു, ആ ഒരു വ്ളോഗാവും. പിന്നെ നമുക്ക് വണ്ടികൾ കുറേ കാണാം, ജങ്കാറ് കാണാം, വെള്ളം കാണാം. എന്തായാലും കയറി പോയി നോക്കാം, ഒരു ജങ്കാർ എക്സ്പീരിയൻസ്. ബേസിക്കലി നമ്മൾ ഓടി പോകുന്നത് ഒരു ഇതാണ് ഇവിടുത്തെ ട്രെയിൻ. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ടെൻഷൻ എന്താ വെച്ചാൽ ഈ വക കോലം കെട്ട് കാണുമ്പോൾ അങ്ങോട്ട് പ്രാന്ത് പിടിക്കും. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് അവൻ തന്നെ അറിയുള്ളൂ, അവനറിയാതെ എന്താ ചെയ്യണ്ടേ. അവനോട് തന്നെ ചോദിച്ചു നോക്കാം, ചേട്ടൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേട്ടൻ തന്നെ പറയും. ചേട്ടൻ ഞാൻ ഒരു കാര്യം പറയും, ഇതിനിപ്പോ എന്താ ചെയ്യാ? ഒന്നും അറിയില്ല, അവനെന്നെ അറിയില്ല. ഫ്രണ്ടിൽ നിറച്ച് വണ്ടികളായി. അപ്പൊ നമുക്ക് എന്തായാലും ഇങ്ങനെ കുറച്ചേരം ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇരിക്കുക അവിടെ. അപ്പൊ ഗൈസ്, ഞങ്ങൾ വണ്ടി ഇരുന്ന് ബോറടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ ആക്ച്വലി അവിടെ എന്തുവാ പരിപാടി. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ടോ നടന്നു പോയി നോക്കാം. അതുകൊണ്ട് ഇത്രയും കാറുണ്ട് നമ്മുടെ ഫ്രണ്ടില്. ഹാഫ് ആൻ അവർ എടുക്കും എന്തായാലും. നോക്കാം. അതുകൊണ്ട് ഞാനും ശ്രുതിയും മമ്മിയും കൂടെ ഇറങ്ങി ഇതാണ് നടക്കുന്നു. ആരും നടക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ ഇവിടെ. എന്തേലും പറഞ്ഞേ? ജങ്കാർ തന്നെയാ ഫ്രണ്ടില്. 2 ബോട്ടുകൾ ഇങ്ങനെ വെച്ച് അതില് പക്ഷെ കുറേ ഉണ്ട്, കുറേ വരേണ്ടി വരും.
ഇപ്പൊ കുറച്ച് മൂവ് ആവുന്നുണ്ട്. ഇപ്പൊ ഒരു ജങ്കാറിൽ കേറുണ്ടാവും. അതാ ഒരുമിച്ച് കയറും. ടിക്കറ്റ് എടുക്കണു. അതുകൊണ്ട് അങ്ങനെ. പിന്നെ ഇവിടെ ഇത് വാട്ടർ മെട്രോ ആണ് കേട്ടോ. ഇത് വാട്ടർ മെട്രോ. ഓക്കെ, ഇത് വാട്ടർ മെട്രോ. നമുക്ക് ഇതിന്ന് മെട്രോ തന്നെ ആ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കി വെച്ച ബോട്ട് ഉണ്ടാവും. മെട്രോ ഷേപ്പിൽ തന്നെ. ഇതൊരു എന്റർടൈൻമെന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ അതിൽ പോയിട്ട് വരാൻ പറ്റും. ഇത് ട്രാവൽ ചെയ്യാനാണോ അതൊരു ഇത് ടൂറിസ്റ്റ് ഇതായിട്ട് വെച്ചേക്കോ? ഇവിടുന്ന് അങ്ങോട്ട് ആളുകൾക്ക് വണ്ടി ഇല്ലാത്തവർക്ക് മെട്രോ യൂസ് ചെയ്യാം. ട്രാൻസ്പോർട്ട്. ഓക്കെ ഓക്കെ. പക്ഷെ അതിന്റെ ഷേപ്പ് മെട്രോന്റെ ഒരു ഷേപ്പ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ വാട്ടർ മെട്രോ വൈപ്പിൻ. ഇതാണ് ജങ്കാർ. ഇതിൽ നമ്മുടെ കാറും കയറും അല്ലേ? കയറിയിട്ട് ജോലിക്ക് പോകുന്നവരല്ല വണ്ടി ഇങ്ങനെ വെച്ച് അവർ കയറി. 7-8 വണ്ടി ഒരുമിച്ച് 8 എണ്ണം കയറുമെന്ന് തോന്നുന്നു. ഇവിടുന്ന് അങ്ങടെ ജങ്കാറായ അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ നമ്മളെ കാറിനകത്ത് തന്നെ ഇരിക്കും. ആരും ഇറങ്ങുന്നില്ല കാറിനകത്ത്. അങ്ങനെ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ്. മമ്മിക്കും ഫസ്റ്റ് ആണോ? നല്ല രസമായിരിക്കും. യെസ്. എനിക്ക് അങ്ങനെ കാറിന്ന് ഇറങ്ങില്ല ആരും തോന്നണോ? ഇറങ്ങുന്നില്ല. ഇറങ്ങാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഇതാണ് കായൽ. ദിസ് ഇസ് കായൽ. 15 ഒക്കെ പോകുന്നുണ്ട്. 15. വീഴണം. ഇവിടെ ബൈക്കുകൾ വേറെ പോകണം. അവിടെ കാണിക്കും. ഇങ്ങനെ എറണാകുളത്തെ ഇങ്ങനെ കാണിക്കും. രസമുണ്ട്. ഞങ്ങൾ ജങ്കാർ കാണാൻ വന്നിട്ട് കുറച്ച് ഒരു വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു ഹോം സ്റ്റേയിൽ വന്നേക്കും. ഇറ്റ്സ് വെരി ക്യൂട്ട്. നല്ലൊരു ക്യൂട്ട് ലുക്കുള്ളൊരു ഹോം സ്റ്റേ. കണ്ടോ? ക്യൂട്ട് ലൊക്കേഷൻ. അങ്ങനെ ഞങ്ങൾ കയറിപ്പോൾ ദിസ് ഇസ് ഹെൻലി ഹോം സ്റ്റേ. വാഷ്റൂം മാത്രം യൂസ് ചെയ്യാൻ വന്നതാണ്. ദേ വർ കൈൻഡ് എനഫ് ടു ഗിവ് അസ് ദ വാഷ്റൂം. അതുകൊണ്ട് ഞങ്ങൾ പോവാം. ഇതാണ്ട് നമ്മുടെ ഒരു ജങ്കാർ പോകുന്നു. കുറേ ഒരു 8 or 10 വണ്ടിയുണ്ട്. കുറേ ആൾക്കാരും ഉണ്ട്. 2 വീലേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ വെഹിക്കിൾ പോകുന്നു. ഇതിൻ്റെ നെക്സ്റ്റിലായിരിക്കും നമ്മൾ ചിലപ്പം പോകുന്നത്. നമ്മുടെ വണ്ടി ഇതാണ്ട് കിടക്കുന്നു. ഇതിൽ കയറാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. ബൈ. വണ്ടി ഇട്ടിട്ട് ജങ്കാർ കാണാൻ താണ്ട് ഇറങ്ങി വന്നു ഡ്രൈവർ. ഞങ്ങൾ കാണിച്ചത് ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ പോകും. ഒരു 7-8-10 വണ്ടികളൊക്കെ പോകുന്നുണ്ട്. 4-5 അതിന് കൂടുതലുണ്ട്. അറൗണ്ട് 8 സംതിങ് 8 or 9 ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 വീലേഴ്സും ഉണ്ട്. ആൾക്കാരും പോകുന്നുണ്ട്. അതുകൂടാതെ യെസ്. ഞങ്ങൾ ജങ്കാറിലാണ്. ഇത് ന്യൂട്രൽ ഇട്ടേക്കോ? ഓഫ് ചെയ്തിട്ട്. ഓക്കെ, ഞങ്ങളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വ്യൂ കിട്ടാൻ വേണ്ടി അല്ലേ? പൂക്കി വരെ ഇറങ്ങി. പൂക്കി മമ്മി ഇവിടുന്ന് സ്ഥലമുണ്ട്. സ്റ്റാർട്ടായി. എവിടെ എന്നെ പിടിച്ചോ? ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഫ്രണ്ട് വ്യൂ തന്നെ കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മള്. ഇത് മൂവാകുമ്പോ ഒരു ജെർക്കുണ്ടാവും. വീഡിയോ എടുക്കാം. ബാക്കിയുള്ളവരെല്ലാവരും വണ്ടിക്കകത്ത്. പപ്പയുണ്ട്, മമ്മിയുണ്ട്, സ്നേഹമുണ്ട്. താണ്ട് കുറച്ച് പേര് മാത്രം വെളിയിലിറങ്ങും. മൂവായി തുടങ്ങിയില്ല. മൂവായി. പിന്നെ എപ്പോഴും അപ്പോഴത്തേന് ഒരു കുറച്ച് സമയമുള്ളൂ. 5 മിനിറ്റ് പോലും ഇല്ലെന്ന് തോന്നുന്നു. പെതുക്കല്ലേ മൂവാന്ന്. ഇപ്പൊ ചെറുതായി അറിയണ്ട്. പക്ഷെ അധികം ഇല്ല. ഞങ്ങള് എന്താ ജങ്കാറിൽ നിന്നൊക്കെ ഇറങ്ങി
ഫോർട്ട് കൊച്ചി എത്തി. ഫോർട്ട് കൊച്ചി എത്തി. ഫോർട്ട് ഹൗസ് ഇത് ദേ സീഗൾ ഫോർട്ട് ആയുർവേദ. ഹോട്ടൽ സീഗൾ. ആട്ടാണോ ലക്ഷ്മി മാധവൻ. ലെഫ്റ്റില് അവിടെ പാർക്കിംഗ് ഉണ്ട് തോന്നുന്നു. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലെത്തി. സീഗൾ റെസ്റ്റോറൻറ്റ്. സീഗൾ റെസ്റ്റോറൻറ്റ്. പാർക്കിംഗ് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷേ നമുക്ക് സേഫ് ആയിട്ട് സൂപ്പർ അടിപൊളി ഒരു പാർക്കിംഗ് കിട്ടി. യെസ്, ബട്ട് ടു സീ what our experience is in Seagull, next video കാണണം. Next vlog, detail video Seagull restaurant. Yes. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ വൈൻഡ് അപ്പ് ആവുന്നു. അടുത്ത എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ട് വീണ്ടും കമന്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ അടുത്ത എപ്പിസോഡ്. Bye. See you next time. Bye Like, share and subscribe. yes. Let's go inside.